പിന്നെ അച്ഛാ, ഞാൻ അവിടെ എത്തിയ രഘുവേട്ടനെ ഒന്ന് കാണുന്നുണ്ട്. എന്തിന്? അല്ല, രഘുവേട്ടനും അമൃത ചേച്ചി തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ വെച്ച് കിട്ടാൻ പറ്റില്ലല്ലോ. അത് എത്രയും വേഗം തീർക്കണം. അതിന് നീ രഘുവിനെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ വിനയ? രഘുവിനല്ലല്ലോ പ്രശ്നം, അമ്പിളിക്കല്ലേ? അതെ, അറിയാം. രഘുവേട്ടന്റെ ചില രീതികളാണല്ലോ അമ്പിളി ചേച്ചിക്ക് പ്രശ്നം. ആ രീതികൾ പൂർണ്ണമായും മാറ്റാൻ ഞാൻ പറയാം. അതൊന്നും ആരും പറഞ്ഞു മാറ്റേണ്ടതല്ല വിനയ, സ്വയം തോന്നിയിട്ട് മാറ്റേണ്ടതാ. അത് മാറ്റുമെങ്കിൽ മാറ്റട്ടെ, അതിലാരും ഇടപെടണ്ട. അതങ്ങനെയല്ലല്ലോ അമ്പിളി ചേച്ചി. ഇവിടെ ചീര കുട്ടികളെ കൂടി താമസിക്കുന്നതല്ലേ. നിങ്ങളുടെയൊക്കെ ടെൻഷൻ ഒരാവശ്യമില്ലാതെ അവരെ കൂടി ബാധിക്കും. അത് ഒഴിവാക്കാനും കൂടിയാണ് ഞാനീ പറയുന്നത്. പരസ്പരം എല്ലാവരും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടുമൊക്കെ പോകുന്നത് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്. അതെ, സന്തോഷം പോലെ ടെൻഷനും പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ദോഷമല്ല, ഗുണമേ ഉണ്ടാവും. കുടുംബത്തിലുള്ളവർക്ക് അത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷെ പുറത്ത് നിന്ന് അത് നോക്കിക്കാണുന്ന എനിക്ക് എൻ്റെ ഭാര്യയും മക്കളും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അച്ഛന് വേറൊന്നും തോന്നരുത്. ചീരുവിനെയും മക്കളെയും എത്രയും വേഗം എൻ്റെ കൂടെ വിട്ടിരുന്നെങ്കിൽ അവര് എൻ്റെ വീട്ടിൽ സുഖമായിട്ട് കഴിഞ്ഞാൽ. ഇവിടെ അവൾക്കും കുട്ടികൾക്കും എന്തെങ്കിലും സുഖക്കുറവുണ്ടെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞു? ഏയ്, അവരൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം സൂചിപ്പിച്ചതേ ഉള്ളൂ. തൽക്കാലം അതേക്കുറിച്ചൊന്നും ചിന്തിക്കാറായിട്ടില്ല. എല്ലാറ്റിനും ഒരു നാട്ടുനടപ്പുണ്ടല്ലോ. സമയാവട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. തൽക്കാലം നീ പൊയ്ക്കോ. ശരി അച്ഛൻ, എന്നാ പിന്നെ അച്ഛനെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം അറിയിക്കും. ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം.